കേരളത്തിൽ കിഡ്നി രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അധികം ആൾക്കാരും വിചാരിക്കുന്ന പോലെ കിഡ്നി രോഗങ്ങൾ പാരമ്പര്യമായി കിട്ടുന്നതൊന്നുമല്ല. നമ്മളുടെ ചില ശീലങ്ങൾ കാരണമാണ് അധികം ആൾക്കാർക്കും ഇപ്പോൾ കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. കിഡ്നി രോഗങ്ങൾ വരാതിരിക്കാനുള്ള 10 ശീലങ്ങളെക്കുറിച്ചാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. സോ വെൽക്കം ബാക്ക് ടു ഡോഫുഡി. നമുക്ക് തുടങ്ങാം. ഇന്ത്യയിൽ തന്നെ കിഡ്നി രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതലായിട്ടും കണ്ടുവരുന്നത് കേരളത്തിലാണ്. ഇതിനു മുമ്പേ ക്രിയാറ്റിനെ കുറിച്ച് ചെയ്തിട്ടുള്ള ആ വീഡിയോയുടെ കമൻസിൽ തന്നെ കുറേ പേർക്ക് ക്രിയാറ്റിൻ കൂടി നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഡയാലിസിസ് ചെയ്ത് തുടങ്ങുന്നവരുടെ എണ്ണവും മെല്ലെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ചില ശീലങ്ങൾ കാരണമാണ് ഇപ്പം കിഡ്നി ഡാമേജസ് നടന്നുകൊണ്ടിരിക്കുന്നതും. അത്തരത്തിലുള്ള കിഡ്നി ഡാമേജ് മെല്ലെ മെല്ലെ കിഡ്നി ഫെയിലിയറിലേക്കാണ് ചെന്നെത്തിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഡയാലിസിസ് വേണ്ടി വരും, അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യേണ്ടി വരും. കൂടുതൽ ലേറ്റ് ആവുന്നതിന് മുമ്പേ ഈ ശീലങ്ങൾ മാറ്റി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കിഡ്നീനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം. ആദ്യത്തെ ശീലം നിങ്ങൾ മാറ്റേണ്ടത് അനാവശ്യമായി കഴിക്കുന്ന മരുന്നുകളാണ്. അധികം ആൾക്കാരും വേദന വന്നു കഴിഞ്ഞാൽ വേദന സംഹാരികൾ വാങ്ങിക്കുന്നത് മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ്. ഒരു തൊണ്ടവേദനയോ ജലദോഷമോ ഉണ്ടായി കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക്സ് വാങ്ങിക്കുന്നത് ഫാർമസിയിൽ പോയിട്ടായിരിക്കും. അനാവശ്യമായി അൺവാണ്ടഡ് ആയി കഴിക്കുന്ന ഇത്തരത്തിലുള്ള എല്ലാ മെഡിസിൻസും സീരിയസ് ആയി കിഡ്നി ഡാമേജ് ഉണ്ടാക്കാൻ കഴിവുള്ള തരത്തിലുള്ള മെഡിസിൻസ് ആണ്. പ്രത്യേകിച്ചും നിങ്ങൾ കുറേ കാലത്തേക്ക് കഴിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആവശ്യത്തിനും കൂടുതലുള്ള ഡോസിലാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ, NSAID വിഭാഗത്തിൽപ്പെടുന്ന അധികം മരുന്നുകളും കഴിക്കുന്ന സമയത്ത് കിഡ്നിയിലേക്കുള്ള രക്തോട്ടമാണ് മെല്ലെ കുറഞ്ഞു പോകുന്നത്. അതിനോടൊപ്പം കിഡ്നിയിലെ ഇൻഫ്ലമേഷനും മെല്ലെ മെല്ലെ കൂടി വരികയാണ് ചെയ്യുന്നത്. കിഡ്നിയിലെ ഇൻഫ്ലമേഷൻ കൂടുന്നതിനനുസരിച്ച് കിഡ്നിയിലെ സ്കാറിങ് ഉണ്ടാവാം, കിഡ്നി ഫംഗ്ഷൻ മെല്ലെ മെല്ലെ കുറഞ്ഞു വരാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, വേദനയുള്ള സമയത്ത് അല്ലെങ്കിൽ ഒരു തൊണ്ടവേദനയോ ജലദോഷമോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഫെക്ഷൻ ഉള്ള സമയത്ത് ഫാർമസിയിൽ പോയി മരുന്ന് വാങ്ങിക്കുന്നതിന് പകരം ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുക. കൂടുതൽ കാലം നീണ്ടു നിൽക്കുന്ന പെയിനൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടേഴ്സിൻ്റെ കൺസൾട്ടേഷൻ വേണം. കുറച്ചു കാലത്തേക്ക് നിൽക്കുന്ന ചെറിയ പെയിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേദന സംഹാരികൾ ഇല്ലാതെ തന്നെ ആ പെയിന് കുറയുന്നതാണ്. അനാവശ്യമായി ഇത്തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്നത് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. രണ്ടാമത്തെ ശീലം മാറ്റേണ്ടത് കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. നമ്മളെല്ലാവരും കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉപ്പിൻ്റെ അളവ് കൂടുതലാണ്. അധികം ആൾക്കാരും വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണത്തിലല്ല ഉപ്പിൻ്റെ അളവ് കൂടുന്നത്, പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഭക്ഷണത്തിലാണ്. അത് ഹോട്ടൽ ഫുഡാവാം, ബേക്കറി ഫുഡാവാം, പാക്കറ്റിൽ കിട്ടുന്ന തരത്തിലുള്ള പ്രോസസ്ഡ് ഫുഡാവാം. ഉപ്പ് നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമാണ്. പക്ഷേ ഉപ്പിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ചിട്ടാണ് കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അധികം ആൾക്കാർക്കും തുടങ്ങുന്ന സമയത്ത് കിഡ്നി രോഗങ്ങളായിട്ടല്ല വരുന്നത്. ആദ്യം ബ്ലഡ് പ്രഷർ കൂടി വരും, അതിനുശേഷമാണ് കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ തുടങ്ങുന്നത്. ഉപ്പിൻ്റെ പ്രധാന ഒരു പാർട്ടാണ് സോഡിയം എന്ന് പറയുന്നത്. ഒരു ദിവസം എല്ലാവർക്കും കഴിക്കേണ്ട മാക്സിമം സോഡിയത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 2300 മില്ലിഗ്രാമാണ്. പക്ഷേ അധികം ആൾക്കാരും എല്ലാ ദിവസവും കഴിച്ചുകൊണ്ടിരിക്കുന്നത് 8000 മില്ലിഗ്രാമും അതിൻ്റെ മുകളിലേക്കുമാണ്. ഭക്ഷണത്തിലുള്ള ഉപ്പിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾ വീട്ടിലല്ല മാറ്റങ്ങൾ വരുത്തേണ്ടത്, വീട്ടിൽ വാങ്ങിച്ചു വെക്കുന്ന സാധനങ്ങളിലാണ്. അത് പാക്കറ്റിൽ കിട്ടുന്ന ഭക്ഷണങ്ങളാവാം, ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ഫുഡാവാം. വീട്ടിൽ തന്നെ ഭക്ഷണം പാകം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പിൻ്റെ അളവ് കുറയ്ക്കാൻ സാധിക്കും. ബ്ലഡ് പ്രഷർ കൂടി പോകുന്നത് പ്രിവെൻറ്റ് ചെയ്യാം. അങ്ങനെ കിഡ്നീനെയും നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് വെള്ളം കുടിക്കുന്നതിൻ്റെ അളവാണ്. അധികം ആൾക്കാരും കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറവായിരിക്കും. അധികം ആൾക്കാരും വിചാരിക്കുന്ന പോലെ എല്ലാവർക്കും 2.5 ലിറ്റർ വെള്ളമല്ല ആവശ്യമുള്ളത്. നമ്മളുടെ ബോഡി വെയ്റ്റിനനുസരിച്ച്, നമ്മളുടെ പ്രായത്തിനനുസരിച്ച്, നമ്മൾ താമസിക്കുന്ന സ്ഥലത്തുള്ള ക്ലൈമറ്റ് മാറുന്നതിനനുസരിച്ച് നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമുള്ള വെള്ളത്തിൻ്റെ അളവ് മാറിക്കൊണ്ടിരിക്കും. വെള്ളത്തിൻ്റെ അളവ് ബോഡിയിൽ കുറയുന്നതിനനുസരിച്ച് തന്നെ ഡീഹൈഡ്രേഷൻ ഉണ്ടാവാം. നേരത്തെ പറഞ്ഞ സോഡിയത്തിൻ്റെ അളവിൽ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്ര വെള്ളമാണ് കുടിക്കേണ്ടതെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പേ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ തീർച്ചയായിട്ടും കാണുക. ആവശ്യത്തിന് വെള്ളം നമ്മളുടെ ബോഡിയിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കിഡ്നീൻ്റെ ജോലി കുറച്ചും കൂടി എളുപ്പമാവുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ യൂറിൻ ഇൻഫെക്ഷൻസ് വരാം, കിഡ്നിക്ക് കുറച്ചും കൂടി കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. അത് ആദ്യത്തെ 5 വർഷത്തേക്കൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ കുറേ വർഷങ്ങൾ കഴിയുന്നതിനനുസരിച്ച് തന്നെ കിഡ്നി ഇത്രയും കൂടുതൽ ജോലി ചെയ്യുന്നത് അത് മടുത്തു തുടങ്ങും. അപ്പോൾ കിഡ്നിയുടെ ഫംഗ്ഷൻ മെല്ലെ മെല്ലെ കുറഞ്ഞു തുടങ്ങും. നാലാമത്തെ ശീലം അധികം ആൾക്കാരും ഇഗ്നോർ ചെയ്യുന്നത് ഉറക്കത്തിനെ കുറിച്ചാണ്. ഉറക്കത്തിൻ്റെ 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഉറക്കത്തിൻ്റെ ക്വാളിറ്റി നോക്കണം, ഉറക്കത്തിൻ്റെ ക്വാണ്ടിറ്റി, എത്ര സമയം ഉറങ്ങുന്നുണ്ട്. അതിനേക്കാളും പ്രധാനമായിട്ടുള്ളത് ഏത് സമയത്താണ് നിങ്ങൾ കിടന്നുറങ്ങുന്നത്, ഏത് സമയത്താണ് എണീക്കുന്നത്, ഇതും ശ്രദ്ധിക്കേണ്ടതാണ്. ഈ 3 കാര്യങ്ങളും ശ്രദ്ധിക്കുന്നതിനനുസരിച്ച് തന്നെ നിങ്ങളുടെ കിഡ്നി ഫംഗ്ഷനും ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. കാരണം കിഡ്നീസിനും നമ്മളുടെ സ്ലീപ്പിനെ പോലെ തന്നെ ഒരു സർക്കേഡിയൻ റിതം ഉണ്ട്. ഓരോ ദിവസവും രാവിലെയും പകലും രാത്രിയും ആവുന്നത് പോലെ തന്നെ നമ്മളുടെ ബോഡിയിലും പലതരത്തിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. അത്തരത്തിലുള്ള മാറ്റങ്ങൾ കിഡ്നിയിലും നടക്കുന്നുണ്ട്. നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് കിഡ്നീൻ്റെ ഫംഗ്ഷൻ മെല്ലെ കുറയാണ് ചെയ്യുന്നത്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കിഡ്നി കുറച്ച് കൂടുതലായിട്ടും വർക്ക് ചെയ്യും. പലതരത്തിലുള്ള ഹോർമോൺസ് പോലും വർക്ക് ചെയ്യുന്നത് ഈ സർക്കേഡിയൻ റിതം നോക്കിയിട്ടാണ്. അപ്പോൾ നമ്മളുടെ സ്ലീപ്പ് ഹാബിറ്റ്സ് ഡിസ്റ്റോർട്ടഡ് ആണ്, സ്ലീപ്പിൻ്റെ ക്വാളിറ്റി കുറവാണ്, ആവശ്യത്തിന് ഉറക്കം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കിഡ്നീൻ്റെ ഫംഗ്ഷനും മെല്ലെ കുറഞ്ഞു വരാം. ഒരു സ്റ്റഡിയിൽ പറയുന്നത് എല്ലാ ദിവസവും 5 മണിക്കൂറോ അതിൽ കുറവോ മാത്രം കിടന്നുറങ്ങുന്ന ആൾക്കാർക്ക് 65% കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണെന്നാണ് പറയുന്നത്. ഏറ്റവും ചുരുങ്ങിയത് 7 മുതൽ 8 മണിക്കൂറാണ് ഏതൊരു അഡൽട്ടിനും ആവശ്യമുള്ള സ്ലീപ്പിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അഞ്ചാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഭക്ഷണത്തിലൂടെ നമുക്ക് കിട്ടുന്ന പ്രോട്ടീൻ്റെ അളവാണ്.
ഇത് ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് ജിമ്മിൽ പോകുന്നവരും പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നവരാണ്. നിങ്ങൾക്ക് ബ്ലഡ് ടെസ്റ്റുകളൊന്നും ചെയ്യാതെ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് നോക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് കഴിക്കാത്തതാണ് നല്ലത്. ഒരു ദിവസം എല്ലാവർക്കും മിനിമം വേണ്ടത് 1 ഗ്രാം പെർ കിലോഗ്രാം ബോഡി വെയ്റ്റിനനുസരിച്ചുള്ള പ്രോട്ടീനാണ്. 75 കിലോ വെയിറ്റ് ഉള്ള ഒരാൾക്ക് 75 ഗ്രാം പ്രോട്ടീൻ വേണം. പക്ഷേ അതേ ആൾക്ക് 150 ഗ്രാമോ 200 ഗ്രാമിൻ്റെ മുകളിലേക്ക് പ്രോട്ടീൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്രയും പ്രോട്ടീൻ ടോളറേറ്റ് ചെയ്യാനുള്ള കഴിവ് അവരുടെ കിഡ്നിക്ക് ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. അത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ റെഡ് മീറ്റ് കഴിക്കുന്നതും മീറ്റ് കഴിക്കുന്നതും പ്രോട്ടീൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുന്നതും കിഡ്നിക്ക് താങ്ങാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്താണെന്നുണ്ടെങ്കിൽ കിഡ്നീൻ്റെ ഫംഗ്ഷൻ മെല്ലെ മെല്ലെ കുറഞ്ഞു വരും. ഇത് ഓൾറെഡി കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. കിഡ്നീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ മറ്റൊരു നല്ല ശീലം എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുന്നതാണ്. അത് ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നതാവാം, കിഡ്നി ഫംഗ്ഷൻ നോക്കുന്നതാവാം, യൂറിക് ആസിഡിൻ്റെ ലെവൽ നോക്കുന്നതാവാം, രക്തത്തിലുള്ള സോഡിയത്തിൻ്റെയും പൊട്ടാഷ്യത്തിൻ്റെയും മറ്റ് ഇലക്ട്രോലൈറ്റ്സിൻ്റെയും അളവ് നോക്കുന്നതാവാം. ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ 40 വയസ്സ് കഴിഞ്ഞാൽ എല്ലാ വർഷവും ചെയ്തു നോക്കുന്നത് നല്ലതാണ്. കിഡ്നീൻ്റെ ഫംഗ്ഷൻ പ്രോപ്പറായിട്ടും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനുള്ള ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഒട്ടുമിക്ക എല്ലാ ജീവിതശൈലി രോഗങ്ങൾ പോലെ കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങളാണെങ്കിലും നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചികിത്സയും എളുപ്പമായിരിക്കും, ഈസി ആയിരിക്കും, കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റുന്ന രീതിയിലും ആയിരിക്കും. പക്ഷേ എത്ര ലേറ്റ് ആയിട്ടാണോ നമ്മൾ കണ്ടുപിടിക്കുന്നത് അതിനനുസരിച്ച് കോസ്റ്റും കൂടും, ട്രീറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റും സ്ക്രീനിങ് ടെസ്റ്റുകളും ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കിഡ്നി പ്രോപ്പറായിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. പോരാത്തതിന് കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യാനും പറ്റും. 7ാമത്തെ ഒരു ശീലം അധികം ആൾക്കാരും മാറ്റേണ്ടത് പുറത്തുനിന്നുള്ള ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുന്നതാണ്. അത് പ്രോസസ്ഡ് ഫുഡാവാം, പാക്കറ്റിൽ കിട്ടുന്ന ഭക്ഷണമാവാം. അധികം ആൾക്കാരും ലേബിളൊന്നും വായിച്ചു നോക്കാതാണ് ഇത്തരത്തിലുള്ള ഭക്ഷണം വാങ്ങിക്കുന്നത്. ഇത്തരത്തിലുള്ള പാക്കറ്റിൽ കിട്ടുന്ന ഭക്ഷണത്തിൽ അല്ലെങ്കിൽ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ഭക്ഷണമാണെന്നുണ്ടെങ്കിൽ പോലും സോഡിയം, പൊട്ടാഷ്യം, ഫോസ്ഫറസ് ഇതുപോലത്തെ മിനറൽസിൻ്റെ അളവ് മാത്രമല്ല കൂടുന്നത്, പ്രിസർവേറ്റീവ്സ് ഉണ്ടാവും, അനാവശ്യമായിട്ട് ആഡ് ചെയ്യുന്ന കളർ ഉണ്ടാവും, പലതരത്തിലുള്ള കെമിക്കൽസ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ചീത്തയാവാതിരിക്കാനും കുറേ കാലം ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ടും. ഇതെല്ലാം കിഡ്നിക്ക് ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസാണ്. വല്ലപ്പോഴും മാത്രം നിങ്ങൾ കഴിക്കുന്ന പോലെയല്ല എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള ഭക്ഷണം വീട്ടിൽ വാങ്ങിച്ചു വെക്കുന്നതും. എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള ഭക്ഷണം നമ്മളുടെ ബോഡിയിൽ എത്തുന്നതിനനുസരിച്ച് തന്നെ കിഡ്നിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം, കിഡ്നി ഡാമേജസ് സ്റ്റാർട്ട് ചെയ്യാം. ഇത്തരത്തിലുള്ള പാക്കറ്റിൽ കിട്ടുന്ന ഭക്ഷണം വാങ്ങിച്ചു വെക്കുന്നതിന് പകരം കൂടുതൽ ഫ്രൂട്ട്സ് വാങ്ങിച്ചു വെക്കുക, സ്നാക്സിന് വേണ്ടി നട്ട്സ് വാങ്ങിച്ചു വെക്കുക, സീഡ്സ് നല്ലതാണ്. പാക്കറ്റിൽ കിട്ടുന്ന ഭക്ഷണം വീട്ടിൽ വാങ്ങിച്ചു വെക്കാതിരിക്കുക. ഇതൊക്കെ ചെറുപ്പം തൊട്ടിട്ട് ശീലിച്ചു വരുന്ന ആൾക്കാർക്കാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുള്ളത്. പക്ഷേ നിങ്ങൾ ആ മാറ്റങ്ങൾ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്കും ഡയാലിസിസിനെ കുറിച്ച് ആലോചിക്കേണ്ടി വരും. അടുത്തൊരു ശീലമാണ് അധികം ആൾക്കാർക്കും ബുദ്ധിമുട്ടുള്ളത്, എക്സസൈസ് ചെയ്യുന്നത്. എക്സസൈസ് ചെയ്യുന്നത് നമ്മുടെ ഹാർട്ടിന് മാത്രമല്ല കിഡ്നീസിനും നല്ലതാണ്. നമ്മുടെ ബോഡി വെയിറ്റ് നോർമൽ റേഞ്ചിൽ നിർത്താനും പ്രമേഹം, ബ്ലഡ് പ്രഷർ ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരാതിരിക്കാനും ഇതിനെല്ലാം എക്സസൈസ് നല്ലതാണ്. ഇത്തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ വരുന്നതിനനുസരിച്ചിട്ടാണ് കിഡ്നി ഡാമേജസും കൂടുന്നത്, കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരുന്നത്, ക്രോണിക് കിഡ്നി ഡിസീസസ് ഉണ്ടാകുന്നതും അവസാനം ഡയാലിസിസ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ചെന്നെത്തുന്നത്. അമേരിക്കൻ കോളേജ് ഓഫ് നെഫ്രോളജിസ്റ്റിൻ്റെ ഒരു സ്റ്റഡിയിൽ പറയുന്നത് സ്ഥിരമായി റെഗുലറായി എക്സസൈസ് ചെയ്യുന്നവർക്ക് കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരുന്നതിൻ്റെ ചാൻസസ് വളരെ കുറവാണെന്നാണ്. മിനിമം ഒരു ആഴ്ചയിൽ 150 മിനിറ്റ് മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എക്സസൈസ് ആണ് ചെയ്യേണ്ടത്. കുറച്ചും കൂടി ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ആഴ്ചയിൽ 75 മിനിറ്റ് എക്സസൈസ് ചെയ്താൽ മതി. അതായത് ഒരു ദിവസം വെറും 15 മിനിറ്റ്. അങ്ങനെ 5 ദിവസങ്ങൾ ചെയ്താൽ തന്നെ ആവശ്യത്തിനുള്ള എക്സസൈസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. വെറും കാർഡിയോ എക്സസൈസ് ചെയ്യുന്നതിന് പകരം ആഴ്ചയിൽ 2-3 ദിവസമെങ്കിലും വെയിറ്റ് ട്രെയിനിങ് എക്സസൈസും ചെയ്യുക. അത് വീട്ടിൽ നിന്നോ ജിമ്മിലോ എവിടെ നിന്ന് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ബോഡി വെയിറ്റ് ഉപയോഗിച്ചിട്ട് വരെ നിങ്ങൾക്ക് വെയിറ്റ് ട്രെയിനിങ് എക്സസൈസ് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് വേറെ ഡംബൽസ് ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യവും വരുന്നില്ല. 9ാമത്തെ ശീലം സ്മോക്കേഴ്സിനുള്ളതാണ്. സ്മോക്കിംഗ് ഇന്ന് നിർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കിഡ്നീനെ സേവ് ചെയ്യാം. ഒരു സ്റ്റഡിയിൽ പറയുന്നത് ക്രോണിക് സ്മോക്കേഴ്സിന് കിഡ്നി ഫെയിലിയേഴ്സ് വരുന്നതിൻ്റെ ചാൻസസ് എന്ന് പറയുന്നത് 60% കൂടുതലാണെന്നാണ്. ഇത് മാത്രമല്ല കിഡ്നി ക്യാൻസർ വരുന്നതിൻ്റെ റിസ്ക്കും കൂടുന്നത് സ്മോക്കിംഗ് ഹാബിറ്റ് ഉള്ളവർക്കാണ്. അവസാനത്തെ ശീലം നിങ്ങൾ മാറ്റേണ്ടത് മദ്യപാനമാണ്. എത്ര കുറച്ച് മദ്യം നിങ്ങളുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാലും അതിൻ്റെ ആദ്യത്തെ ലെവൽ മെറ്റബോളിസം നടക്കുന്നത് ലിവറിലാണ്. ലിവറിൽ മെറ്റബോളിസം നടന്നു കഴിഞ്ഞാൽ രക്തത്തിലുള്ള യൂറിയൻ്റെ അളവ് കൂടുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ ബോഡീൻ്റെ ഫ്ലൂയിഡ് ബാലൻസ് ആണ് ആൽക്കഹോൾ മാറ്റുന്നത്. ആൽക്കഹോൾ ഒരു നല്ല ഡയൂററ്റിക്കും കൂടിയാണ്. അതായത് ശരീരത്തിലുള്ള ബോഡി ഫ്ലൂയിഡിനെ, വെള്ളത്തിന് പുറത്തേക്ക് കളയാനുള്ള ശക്തിയും ആൽക്കഹോളുണ്ട്. മദ്യപാനം അധികം ആൾക്കാരും വിചാരിക്കുന്ന പോലെ ലിവറിനെ മാത്രമല്ല ബാധിക്കുന്നത്, കിഡ്നീസിനും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ബ്ലഡ് പ്രഷർ കൂട്ടാം, ബ്രെയിനിൽ പലതരത്തിലുള്ള ഡീജനറേറ്റീവ് കണ്ടീഷൻസ് വരുത്താനുള്ള റിസ്ക്കും മെല്ലെ മെല്ലെ കൂടി വരികയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കിഡ്നീനെ ഹെൽത്ത് കൂടുതൽ കാലം അതേപോലെ തന്നെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ മദ്യപാനം ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ മുമ്പേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ റിലേറ്റഡ് വീഡിയോസിൻ്റെ ലിങ്ക് എല്ലാം നിങ്ങൾക്ക് ലൈക്ക് ബട്ടണിന് താഴെയും കാർഡ്സിലും കാണാവുന്നതാണ്. നിങ്ങൾക്കും കിഡ്നീനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സുമായി ഓൺലൈൻ കൺസൾട്ടേഷൻ നടത്താം.
ഡോഫോഡി എന്ന് പറയുന്നത് ഒരു യൂട്യൂബ് ചാനൽ മാത്രമല്ല, 100 കണക്കിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോക്ടേഴ്സ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ആപ്പാണ് ഡോഫോഡി എന്ന് പറയുന്നത്. ഡോഫോഡി ആപ്പിൻ്റെ ലിങ്കും നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാം. ക്രിയാറ്റിനിനെ കുറിച്ച് നിങ്ങൾക്ക് ഇനി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.